എങ്ങനെയാണ് ഇപ്പോൾ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചു ഇനിയുള്ള കാരണം നിങ്ങൾ തന്നെ ഇതിൽ പിടിച്ചു കൊടുക്കുകയും പക്ഷേ നിയമ തടസ്സമാണ് കാരണം ഞാൻ പിടിച്ചു കൊടുത്തതിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി അടുത്ത തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഇപ്പോൾ ഇതുവരെ നടത്തിയിട്ടുള്ള പിടിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് പേര് അപ്പോൾ അവരുടെ അളവും തൂക്കം തമ്മിൽ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു നിയമമുണ്ട്, കേന്ദ്ര നിയമം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ അത് പോരെന്നുള്ളതാണ് നമ്മുടെ അവകാശം. കാരണം നമ്മൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇവരെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവരെ കിട്ടുന്നത്. അപ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്നവർ ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാ കളത്തിനും അറിയാമെന്നുള്ളത് തന്നെ അവർ കിലോ കണക്കിന് കൊണ്ടുവന്നാൽ ഈ 1 ഗ്രാമിന് താഴെയുള്ള ഇന്ത്യയിലെ പോലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടാകുന്നത്. ഒരാൾക്ക് കൊടുത്തതിന് ശേഷം പോയി അടുത്ത ആളെ അടുത്ത കോൺടാക്ട് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത സാധനം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മെനിങ്ങാന്ന് നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പിടിച്ചു കൊടുത്ത വ്യക്തി കൊടുക്കുമ്പോൾ ആ സമയത്ത് പിടിച്ച 1 ഗ്രാം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളെ തന്നെയാണ് രണ്ടാമത് നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ അവിടെയും കണ്ടപ്പെട്ടത്. അത് ആദ്യം കൊണ്ടുപോയപ്പോൾ ആൾ ഓടിപ്പോയി, പക്ഷെ അതിന് രണ്ടാമത് പോയപ്പോഴത്തേക്ക് ഇയാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരേ സാധനം തന്നെയാണ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു പോകുന്നത്. ഒരാൾ പല സ്ഥലങ്ങളിലും കച്ചവടം ചെയ്യുന്നു. അതിനെ ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തുകയും അത് പോലീസിൻ്റെ ഒരു കടമയാണ്. ശരിക്കും ഞങ്ങൾ കൊടുക്കുന്നതിന് അത് മാത്രം ഉപയോഗിക്കുകയും അവരെ മാത്രം ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതിലേക്ക് വളരെ നിഷ്ക്രിയമായ ഒരു സമീപനമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം ജാമ്യം കൊടുത്തിറങ്ങുന്നു, പല പ്രതികളും അടുത്ത ദിവസം അറസ്റ്റാകുന്ന പല പ്രതികളും എപ്പോഴും പറയുമ്പോഴും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റായിരുന്നു, ഇന്ന കേസ് എക്സൈസിൽ ഒരു കേസുണ്ട്, വേറൊരു സ്റ്റേഷനിൽ 10 കേസുണ്ട്, ഇങ്ങനെ പറയുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് നിങ്ങളെ നിരാശരാക്കുന്നുണ്ടോ? സത്യത്തിലേക്ക് റിസൾട്ട്സിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടും ഈ കഷ്ടപ്പെട്ട് പിടിക്കപ്പെട്ട അവരുടെ ഇതുപോലെ അളവിൽ കറക്റ്റ് അല്ല എന്നതുകൊണ്ട് അത് വെറുതെ വിടുന്നു എന്നുള്ളത് നിങ്ങളെ നിരാശരാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അത് നമ്മുടെ നിരാശരാക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തകരിലുണ്ടാകുന്ന ഉത്സാഹത്തിന് പിന്നീട് അത്രയും കാടിന് പിന്നെ ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ്. പക്ഷേ ഇതിന് പല വീടുകളിലും മാതാപിതാക്കളുടെ ഒരു പിന്തുണ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ മോശമായ ഒരവസ്ഥയാണ് പലയിടത്തും. ഇപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളിൽ പെൺകുട്ടികളടക്കം വന്ന് സാധനം വാങ്ങി പോകുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ നമുക്കവരെ പിടിക്കാൻ കഴിയുന്നില്ല. വരുമ്പോൾ ആ വീടുകളിൽ പോയ 2 വീടുകളിൽ ഇന്നലെ പിടിക്കപ്പെട്ട പല വീടുകളിലും ഈ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുണ്ട്. ആ വീട്ടിൽ കടന്നു കയറാതിരിക്കാൻ ഈ സ്ത്രീകൾ കുട്ടികളെ മറയാക്കുന്നു, സ്ത്രീകൾ തന്നെ മറയാക്കുന്നു, നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിന് ഇന്നലെ തന്നെ സംഭവം നടന്നു. ആ സമയത്ത് ആ പോയ സ്ത്രീ അവിടെ ചെറുത്തുന്നത് കാരണം നമുക്ക് അകത്തോട്ട് കയറാൻ സാധിച്ചില്ല. പോലീസിനെ വിളിച്ചു. പോലീസ് ഈ വീടിൻ്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ അവർ അകത്ത് കയറി ഡോർ തുറന്നുകൊടുക്ക് പിന്നാലെ അവർ ഈ നിൽക്കുന്ന പ്രതികൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് നമുക്കറിയണം. നമുക്ക് അതിനുള്ള നിർദ്ദേശം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൂടെ ഉണ്ടാകണം. അതിനാണ് നിയമപാലകരെ സമീപിച്ചത്. നിയമപാലകരെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഇതുവരെ ആരും ദേഹോപദ്രവം ചെയ്യുന്ന സമീപനത്തിലേക്ക് പോയിട്ടില്ല. വേണ്ടി വന്നാൽ ഇന്നലെ ഇടിക്കെട്ട് അടക്കം ഉണ്ടായിരുന്നു. ഇന്നലെ പിടിച്ച മാരകായുധങ്ങളുമായിട്ടാണ് വന്നത്. ഒറ്റയ്ക്കോ 2 പേരോ ഒരാളോ 2 പേരോ ആണ് എങ്കിൽ ഇവർ ശരിക്കും ഞങ്ങളെ ആക്രമിക്കും. കാരണം ഈ വന്നവർ തന്നെ 3 പേരുണ്ട്. ഇവിടുത്തെ വീട്ടിൽ മറ്റുള്ളവരുണ്ട്, അവർ ചെറിയ ഓടിയവരുണ്ട്. അപ്പോൾ അവർ 1-2 പേരാണെങ്കിൽ തീർച്ചയായും ചെറുക്കപ്പെടുന്നവർ ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊരു ദിശാബോധത്തിനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതെ, നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലെ ബാക്കി ജനങ്ങളെ കൂടി നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇത് സമൂഹത്തിനെ ഒന്നാകെ കുടുംബങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. സമൂഹത്തിൻ്റെ മുഴുവൻ ഇതിവിടെ നമുക്ക് ബുദ്ധിമുട്ട് പ്രദേശങ്ങളിലുള്ളവരും ഇതുമായി സഹകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളും കൂടി അവർക്ക് സഹായിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് നമ്മൾ ഈ തുടർന്നു കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനം. ഓക്കെ, ഈ ഒരു ലൈവിടെ വൈൻഡപ്പിയാണ്. പ്രേക്ഷകർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നർക്കോട്ടിക് സെക്ഷൻ ഓഫീസർ ഷാജാൻ സാർ ഇതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ആൾക്കാരെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുക, എന്തൊക്കെ നിയമ നടപടികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ അദ്ദേഹം അതിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലൈവിടെ വൈൻഡപ്പിയാണ്. മലയാളം ജനതാ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ലൈവ് കാണാൻ സാധിക്കും. തൽക്കാലം ഇതിനെ വൈൻഡപ്പ് ചെയ്യുക.